ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു Q&A സെഷൻ, ലെറ്റ്സ് ടോക്ക് സെഷൻ ആണ്. ആക്ച്വലി എന്താ പറയാ, ഇങ്ങനെ ഒരു Q&A സെഷനോ ഇല്ലെങ്കിൽ ലെറ്റ്സ് ടോക്ക് സെഷൻ ചെയ്യണം എന്ന് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജോലി തിരക്കിന്റെ ഇടയിൽ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമാണ്. പാലക്കാടൻ ഇഡ്ലിപ്പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഓൾറെഡി റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. കുട്ടികളെ എണീറ്റിട്ടില്ല. അടുത്ത ആഴ്ച മുതലാണ് അവർക്ക് സ്കൂള് തുടങ്ങണത്. ഇഡ്ലി ചൂടോട് കൂടിയിട്ട് പിള്ളേർക്കുള്ളതും ആയിട്ടുണ്ട്. അവർക്ക് ഇഡ്ലിക്കുള്ള സാമ്പാർ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഡ്ലിയും പൊടിയുമാണ്. ഇനി വരുന്നത് നമ്മുടെ Q&A സെഷനിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ചോദ്യങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ലെവലിലേക്ക് പോയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒന്ന് രണ്ടെണ്ണം എന്നാ പിന്നെ ഒന്ന് പറഞ്ഞേക്കാം എന്ന്. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ എടുക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. വിനി, ഒരു കാര്യം പറയട്ടെ, ഇത്രയൊക്കെ ഒരുമിച്ച് കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, എങ്ങനെ ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നു? എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നു? ഏത് കാര്യം ആദ്യം ചെയ്യണം എന്നുള്ളത് എങ്ങനെ തീരുമാനിക്കുന്നു? വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ജോലിയുടെ കാര്യം നോക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ചെയ്യുന്ന പുതിയ ഒരു ഈവന്റിന്റെ കാര്യം നോക്കുന്നു. ഇതെന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ, എങ്ങനെ ചാർട്ട് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു തന്നാൽ വളരെ സഹായമായിരിക്കും. സ്കൂള് തുറക്കാറായി. ഇവിടെ മൊത്തം കൺഫ്യൂഷൻ അവസ്ഥയിലാണ് ഞാൻ നടക്കുന്നത്. എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം? എപ്പോൾ തുടങ്ങിയാലും ഏതെങ്കിലും ഒരു കാര്യം ബാക്കിൽ പോവും. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്ത് തീർക്കില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എപ്പോഴും വൈകുന്നേരം ആവുന്ന സമയത്ത് ഒരു കുറ്റബോധമാണ്. ഞാൻ ഇത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ലേ. എങ്ങനെ വിനി ഇത് പറ്റുന്നത്? ഹൗ ടു പ്രയോറിറ്റൈസ് യുവർ തിങ്സ്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. പേര് ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാൽ പേര് പറയാൻ പാടുവോ എന്നുള്ള പെർമിഷൻ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എക്സലന്റ് ക്വസ്റ്റ്യൻ ആണത്. അതായത് നമ്മളൊരു കാര്യം പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. എന്താണ് നമ്മുടെ ഷെഡ്യൂളിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫിൽ ഒരു ഷെഡ്യൂൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വരണത് പോലെ വരട്ടെ എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ ഒരു ഷെഡ്യൂളോട് കൂടിയിട്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടിയൊക്കെ പ്ലാൻഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഈ പറയുന്ന കുട്ടിയോട് എനിക്ക് പറയാനുള്ള ആദ്യത്തെ ഒരു കാര്യം എന്താ വെച്ചാല്, നേരത്തെ എണീക്കുന്നത് കൊണ്ട് എന്റെ ടൈം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ടൈം കിട്ടാറുണ്ട്. ഓക്കെ, എന്റെ കാര്യങ്ങൾ തുടങ്ങുന്നത് 9:30-10 മണിക്കാണെങ്കിൽ 4 മണി മുതൽ 9:30 മണി വരയ്ക്കും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ എനിക്ക് സമയം കിട്ടാറുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് 4:30 മണിക്ക് എണീറ്റാലേ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അത് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്, എല്ലാ ദിവസത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ടാവും. ആ ദിവസത്തിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരയ്ക്കും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി വെക്കാൻ നിങ്ങൾ നോക്കുക. ആ എഴുതി വെക്കാൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ ഒരു ദിവസം, ഓക്കെ, ഇന്ന് ഞാനിതപ്പോ സ്റ്റാർട്ട് ചെയ്യണം. ആ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് എനിക്കൊരു പോസ്റ്റർ ഉണ്ടാക്കണം. ആദ്യം തന്നെ പല പ്രാവശ്യം പോസ്റ്ററൊക്കെ പുറത്ത് ഉണ്ടാക്കാൻ ഞാൻ കൊടുക്കുമായിരുന്നു. പൈസ ചെലവിന്റെ അങ്ങേ അറ്റം. ആ അങ്ങേ അറ്റം പോണ കണ്ടപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചു ഇനി അത് അവിടെ ചെയ്തിട്ട് കാര്യമില്ല.
അപ്പൊ ഞാൻ തന്നെ പഠിച്ചു എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ തന്നെ പോസ്റ്റർ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ രാവിലെ മുതൽ എഴുതി വെക്കുന്ന സംഭവങ്ങൾ ഞാൻ പറയാം. ഇന്ന് എന്തൊക്കെയാ ചെയ്യാനുള്ളത്? ഇന്ന് എനിക്ക് പോസ്റ്റർ ഉണ്ടാക്കണം, ആ പോസ്റ്റർ പബ്ലിഷ് ചെയ്യണം, എനിക്കിന്ന് യൂട്യൂബില് വീഡിയോ ഇടണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ റെസിപ്പി ഇടണം എന്നാണ് ഞാൻ വിചാരിച്ചത്. യൂട്യൂബിൽ റെസിപ്പി ഇടണം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഫുഡ് റെക്കോർഡിംഗ് ഉണ്ട് എനിക്ക്. ബിക്കോസ് ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ഇതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, എനിക്കിന്ന് എന്താണ് പറയുക, കിച്ചുവിനെ കൊണ്ടുപോയിട്ട് അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരയ്ക്കും ഉള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഏതൊക്കെ കാര്യങ്ങൾ എപ്പൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഐഡിയ. അപ്പോ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ ആദ്യം ഞാൻ എന്താ തീർക്കേണ്ടത്? ഓക്കെ, വീട്ടിലെ ഈ പണി തീർക്കാം. ചിലപ്പോ അത് വളരെ ചെറിയ പണിയായിരിക്കാം, പക്ഷെ അത് തീർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർത്തു കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ഇതുണ്ടാവും. ശരിയാണ്, ജോലിയുടെ ഇടയിൽ ചില പ്രയോറിറ്റൈസ് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബാക്കിലോട്ട് അക്യൂമുലേറ്റ് ആയി പോവും. പിന്നെ നമ്മൾ തന്നെയാണ് അത് സഫർ ചെയ്യേണ്ടത്. എനിക്കും ആ ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു ടെക്നിക്ക് പഠിച്ചത്. എല്ലാ കാര്യവും എഴുതി വെച്ച് ചെയ്യുക. എഴുതി വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും വിടില്ല. ഇന്ന് എനിക്ക് ചെയ്യാനുള്ള കാര്യം എന്താണ്, ഇന്ന് ചെയ്യാനുള്ള കാര്യത്തിൽ എനിക്ക് എന്തൊക്കെ ഞാൻ ടിക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ചില ദിവസങ്ങളിൽ ചില ടിക്കുകൾ ഇടാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ആ കാര്യത്തിനെ നമുക്ക് എങ്ങനെ മറ്റേ ദിവസത്തേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? പിന്നെ ഈ പറയുന്ന സ്കൂൾ ഓപ്പണിങ്ങിന്റെ സമയം അത് ഏതൊരു വീട്ടിലും ഭയങ്കര ഒരു ഇഷ്യൂ തന്നെയാണ്. എന്താ വെച്ചാൽ കുട്ടികളെ സ്കൂളിലേക്ക് തയ്യാറാക്കി വിടുക ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് എന്നുള്ളത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് വേണ്ട പ്രയോറിറ്റൈസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് പഠിക്കണം. ഫോർ എക്സാമ്പിൾ, ഇന്നലെ ഞാൻ കിച്ചുവിന്റെ യൂണിഫോം ഓൾട്രേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ അവിടെ പോയപ്പോ കാല് കുത്താൻ സ്ഥലമില്ലാത്ത പോലെയാണ് ആൾക്കാരുണ്ടായിരുന്നത്. അതിനെ ലാസ്റ്റ് മിനിറ്റ് വെച്ചതുകൊണ്ടല്ലേ. നേരെ മറിച്ച് അതൊരു ഓഗസ്റ്റ് ആദ്യക്കൊക്കെ പോയതാണെന്നുണ്ടെങ്കിൽ ആ കടയിൽ ഒരു മനുഷ്യന്റെ കുഞ്ഞുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് സമാധാനവും സാവകാശവുമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഏതൊരു കാര്യവും ലാസ്റ്റ് മിനിറ്റ് വരയ്ക്കും കൊണ്ടുപോകുന്നതാണ് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. അതിന്റെ വരും വരായികകൾ നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് അതിനെ ഒന്ന് എഴുതി വെച്ചിട്ട്, നിങ്ങൾ എഴുതി വെക്കുന്ന കാര്യം 100% എടുത്തോളൂ. നല്ല ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ട് ചെയ്യൂ. ആ പ്രയോറിറ്റൈസിങ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ എഴുതി വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. വേഗം തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചോദ്യം, രണ്ടാമത്തെ ചോദ്യം വീണ്ടും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിനെ കുറിച്ചിട്ടാണ്. വിനി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്? എത്ര കമ്മിയായി? ഇപ്പോ എന്താണ് ഇപ്പോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഡ്രിങ്ക് കുടിക്കുന്നുണ്ടോ? ഓക്കെ, ചോദ്യം എനിക്ക് മനസ്സിലായില്ല. അതിന് ശേഷം എഴുതിയിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. പക്ഷെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പൊ കഴിഞ്ഞു. ഓക്കെ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഈ ജോലി തിരക്കിലും ചെയ്യുന്നുണ്ട്. എന്നാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ? അങ്ങനെയല്ല. 2:30 മണി എന്നുള്ള നിലയിൽ അല്ല നിർത്തുന്നത്. നേരെ ഇപ്പൊ 10 മണിയായി. ഓക്കെ, അപ്പൊ 2:30 മണി എന്നുള്ള നിലയിലല്ല ഞാൻ നിർത്തുന്നത്. ആദ്യമൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 2:30 മണിക്ക് നിർത്തുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു
18 hours കൊണ്ടുവരാൻ നോക്കും. അത് എപ്പോഴാണോ രാത്രി എനിക്ക് സമയം കിട്ടുന്നത് എന്ന് വെച്ചാൽ മാക്സിമം 7:30 ആകുമ്പോഴേക്കും തന്നെ കഴിച്ചു തീർക്കാൻ നോക്കും. എന്നിട്ട് അടുത്ത ദിവസം വരയ്ക്കും ഞാൻ ഒരു 18 hours എങ്കിലും കൊണ്ടുവരാൻ നോക്കും. അപ്പൊ ഇപ്പോ ഞാൻ 9:45 കഴിക്കാൻ തുടങ്ങിയതിന്റെ കാരണം ഞാൻ ഇന്നലെ നിർത്തിയത് വൈകുന്നേരം 4:30ക്കാണ്. 4:30ക്ക് കഴിച്ചു നിർത്തിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോ 9:45 കഴിക്കുന്നത്. ഇനി കഴിക്കുന്ന രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലേറ്റ് ആയി. ആദ്യമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഞാൻ ഹെവി ആയിട്ടുള്ള രീതിയിൽ വലിയ പ്ലേറ്റിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റി അതായത് എന്നെ പണ്ടൊക്കെ അറിയുന്നവര് ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമായിരിക്കാം, 3 ഇഡ്ഡലിയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല. എന്താ വെച്ചാൽ ഞാൻ 3 നേരം കഴിക്കുന്നുണ്ട് ശരിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യും. അതായത് നമുക്ക് ഇനിയും നമ്മുടെ വായില് ഇനിയും വേണം എന്ന് തോന്നുന്ന സമയം നമ്മൾ നിർത്താൻ പഠിക്കുക. ആ സെൽഫ് കൺട്രോൾ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെ. രണ്ടാമതൊന്ന് എടുത്തേക്കാം എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ നിർത്തിയാൽ നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതുകൊണ്ട് യെസ്, എനിക്കിപ്പോ ഒരു 2 ഇഡ്ഡലിയും കൂടി ഞാൻ മനസ്സ് വിചാരിച്ചാൽ എനിക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ വേണ്ട, ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്റെ ആഗ്രഹത്തിന് ഞാൻ ഇഡ്ഡലി കഴിച്ചു. ദാറ്റ്സ് ഇറ്റ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണ്ണിമത്തനുണ്ട്, അതിന്റെ ജ്യൂസ് അടിച്ചു കുടിക്കും. ജോലി തിരക്കിന്റെ ഇടയിൽ എനിക്ക് വല്ലതും കഴിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ ജ്യൂസുകളിൽ അവസാനിപ്പിക്കും. ഉച്ച നേരത്ത് എലോബറേറ്റ് ആയിട്ടുള്ള രീതിയിൽ മിക്കവാറും ചോറ് ഊണ് വളരെ കമ്മിയാണ്. പക്ഷെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചോറ് എടുത്തിട്ട് അത്യാവശ്യം എല്ലാം സൈഡ് ബൈ സൈഡ് എല്ലാം നല്ലോണം എടുത്തിട്ട് കഴിക്കാറാണ് പതിവ്. രാത്രി മിക്കവാറും ചപ്പാത്തി അതില് ഞാൻ അവസാനിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അടുത്ത ദിവസം എപ്പോഴാണോ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലേ കഴിക്കാറുള്ളൂ. സോ ജ്യൂസിന്റെ കാര്യം എന്തോ ആ കുട്ടി ചോദിച്ചിട്ടുണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഒന്നും കൂടി എഴുതി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഓക്കെ സ്കിൻ കെയറിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് പേര് ഒരുമിച്ച് എഴുതുന്ന ഒരു റിക്വസ്റ്റ് ആണ്. വിൻചേച്ചി, ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ നോട്ടീസ് ചെയ്യുന്ന പല കാര്യങ്ങൾ, കോളേജിൽ ഇപ്പോൾ വളരെ വൈറലായിട്ട് പോകുന്ന പല കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കോസ്റ്റ്ലി ആണ് താനും. ആ കോസ്റ്റ്ലിനെസ് വെച്ച് നമ്മൾ ഈ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ നമ്മുടെ സ്കിന്നിന് സൂട്ട് ആകുമോ? വിൻചേച്ചിയുടെ ആ ഒരു സ്കിൻ ചേഞ്ച് ഞങ്ങൾ വളരെ അധികം നോട്ടീസ് ചെയ്യുന്നുണ്ട്. എന്താണ് വിൻചേച്ചി ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? വിൻചേച്ചി യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇതൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ. എല്ലാവർക്കും അറിയണം എന്ന ആഗ്രഹമുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചോദിക്കുന്ന ഒരു റിക്വസ്റ്റ് ആണ് എന്ന് കണക്കിലെടുത്തിട്ട് ഇത് കണക്കാക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പേര് പറഞ്ഞോളൂ. ഓ, പറയാലോ. പേര് ആര്യ ആൻഡ് ടീം. ഓക്കെ, ഫ്രം എവിടുന്നാണ്? ആര്യ ആൻഡ് ടീം. ചേച്ചി ഓക്കെ, ആലപ്പുഴ. ഓക്കെ, ആര്യ ആൻഡ് ടീം, വെരി നൈസ്. മക്കളെ, സ്കിൻ കെയർ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മേഖല. എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എനിക്ക് എത്ര സമയം വേണം, ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യൂ, ഈ പ്രോഡക്റ്റ് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവാൻ പറ്റും, അങ്ങനെ ആവാൻ പറ്റും എന്ന് എന്തുകൊണ്ടാണ് ഞാൻ പറയാത്തത്? നടക്കില്ല. അത് ഞാൻ ചെയ്യില്ല. ചെയ്തോടത്തോളമൊക്കെ അനുഭവിച്ചോടത്തോളമൊക്കെ മതി. ഞാൻ ആ വ്യക്തിയാണ്. എന്തൊരു കാര്യവും ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ടോ 43 വയസ്സായി മനസ്സിലാക്കാൻ, ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി ചെല്ലാൻ, ഓരോരുത്തർക്കും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൻ ടെക്സ്ചർ ആണെന്നും അത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അത് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഭവിഷ്യത്ത് വേറെ ലെവലാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുമ്പോഴേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബോധോദയമൊക്കെ വന്ന് വരുമ്പോഴേക്കൊക്കെ തന്നെ ഞാൻ എന്റേതായിട്ടുള്ള ഒരു ലെവലിലേക്ക് അതിനെ സൂക്ഷിക്കണം എന്ന് പറയുന്ന സമയമൊക്കെ ആവുമ്പോഴേക്കൊക്കെ മാക്സിമം ഡാമേജ് സംഭവിച്ചു. ഇപ്പൊക്കെ സൂക്ഷിച്ച് കൊണ്ടുപോവുക മാത്രം. അതുകൊണ്ട്
കോളേജിൽ ഒരുപാട് പ്രോഡക്ട്സ് വൈറലായിട്ട് കാണുന്നു, ഇന്റർനെറ്റിൽ ഒരുപാട് പ്രോഡക്ട്സ് വൈറലായിട്ട് കാണുന്നു, അവരും ഇവരും അത് യൂസ് ചെയ്യാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്തും ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ റിസ്ക് എടുക്കരുത്. നിങ്ങൾക്ക് വേണോ, നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണൂ. പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്കിന്നിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാവും. എന്റെ സ്കിന്നിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ഇവിടുത്തെ സ്കിന്നല്ല മൂക്കിലെ സ്കിന്നല്ല എനിക്ക് നെറ്റിയിലെ സ്കിന്നല്ല എന്റെ ചിന്നിലും നെക്കിലും. അറിയോ? അത് ഞാൻ മനസ്സിലാക്കാൻ എടുത്ത പാട് ദൈവത്തിനെ കണ്ടു ഞാൻ. ഇതൊരു ഡോക്ടർ പറഞ്ഞു തന്നപ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലായത്. ദർ ഇസ് സംതിങ് കോൾ സ്കിൻ ടെസ്റ്റർ, യു നോ ദാറ്റ്. അവരിവിടെ വെച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും. ഒരാളുടെ കംപ്ലീറ്റ് ഫേസും ഒരുപോലത്തെ സ്കിൻ ആവണമെന്നില്ല. എനിക്ക് പല പ്രോഡക്ട്സ് ഞാൻ ഇതുപോലെ കണ്ടിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ മാത്രം ഓക്കെ ആവും. ഇവിടേക്ക് ഇങ്ങനെ നിറച്ച് വലിയ വലിയ കുരുക്കൾ വരും, ഇവിടെയൊക്കെ കഴുത്തിന്റെ ഇവിടെയൊക്കെ. നേരെ മറിച്ച് എന്റെ നെറ്റിയും എന്റെ മൂക്കും വളരെ ക്ലിയർ ആയിരിക്കും. എനിക്ക് എന്താണെന്നേ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ ക്ലീൻ ചെയ്യണം, എങ്ങനെ ഡബിൾ ക്ലീൻ ചെയ്യണം, എങ്ങനെ നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യണം, എങ്ങനെ ടോണർ യൂസ് ചെയ്യണം, ഇന്ന ടോണർ ആണോ നമുക്ക് ഈ സൂട്ട് ആവുക, ഇന്ന ലെവലിലേക്കുള്ളതാണ്. നത്തിങ് ഡൂയിങ്. ഗോ ആൻഡ് സ്പീക്ക് ടു യുവർ ഡെർമറ്റോളജിസ്റ്റ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് അവർ റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് അകത്തേക്കും വേണ്ടി വരും. ഗ്ലാസ് സ്കിൻ, ഗ്ലോയിങ് സ്കിൻ, അവനോന്റെ സ്കിൻ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ലെവലിലേക്ക് ഉണ്ടോ? ഇതേ ഗ്ലാസ് സ്കിൻ യു ക്യാൻ ആസ്ക് യുവർ ഡെർമറ്റോളജിസ്റ്റ് ഓൾസോ. അവരും പറഞ്ഞു തരും. അവര് പറയട്ടെ ഇന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് സൂട്ട് ആവുന്നു, അപ്പൊ ആ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തോളൂ. പിന്നെ ചില്ലറ വിലയോ മറ്റാണ് ഇതിനൊക്കെ. നല്ല അസല് റേറ്റ് ഉണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോ ഞാൻ മെഡിക്കൽ ആയിട്ടുള്ള രീതിയിൽ വാങ്ങിയിട്ട് തന്നെ എന്താണ്, ഒന്ന് കഴിയുമ്പോഴേക്കും ഞാൻ എന്താ ചെയ്യണത്, കട്ട് ചെയ്ത് ഉള്ളിന്ന് നോണ്ടിയിട്ടൊക്കെയാണ് എടുക്കണം. അത്രയും സൂക്ഷിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. സോ ദയവ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് സ്വയമായിട്ട് തീരുമാനം എടുക്കരുത്. ആ തീരുമാനം വളരെ മോശമായിരിക്കും. ഈ പറയുന്ന പ്രോഡക്റ്റിന്റെ പേരുകളൊക്കെ ഓർത്തോളൂ. എന്നിട്ട് നേരിട്ട് പോയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയി കണ്ടിട്ട് ചോദിക്കൂ, ഈ കണ്ട പ്രോഡക്റ്റ് ഒക്കെ ഞാൻ യൂസ് ചെയ്തോട്ടെ. എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തപ്പോഴാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത്, ഇല്ല നിങ്ങൾ പറയുന്ന ടോണർ നിങ്ങൾക്ക് ശരിയാവില്ല, ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് ആക്നിയുടെ പ്രോബ്ലം ഉണ്ട്, അപ്പൊ ആ ആക്നിക്ക് അനുസരിച്ചിട്ടുള്ള ടോണർ നിങ്ങൾക്ക് കൊടുക്കണം. നിങ്ങൾക്ക് ഡബിൾ ക്ലെൻസിങ് ആവശ്യമുണ്ട്, ആ ഡബിൾ ക്ലെൻസിങ്ങിന് നിങ്ങൾ ഏത് സോപ്പ് യൂസ് ചെയ്യണം, ഏത് ഇത് യൂസ് ചെയ്യണം എന്നുള്ളത് അവർ പറഞ്ഞു തന്നു. പിന്നെ ഡബിൾ ക്ലെൻസിങ് എന്താണ് എന്നുള്ളതൊക്കെ നോക്കി പഠിച്ചതാണ്. എന്താ വെച്ചാൽ ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ, ഡോക്ടറെ ഡബിൾ ക്ലെൻസിങ് എങ്ങനെ ചെയ്യാൻ. സോ ഞാൻ അതൊക്കെ പഠിച്ചതാണ്. പക്ഷെ ബാക്കിയുള്ള പ്രോഡക്ട്സ് അത് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല. എൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചേരും, നിങ്ങളുടെ പ്രോഡക്റ്റ് എനിക്ക് ചേരും. ഒരിക്കലും റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സോ ദയവ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് പ്രോഡക്റ്റിന്റെ ലിസ്റ്റും നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ടൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണിക്കുക. എന്നിട്ട് ചോദിക്കുക എൻ്റെ സ്കിന്നിന് കറക്റ്റ് ആണോ. അപ്പോൾ അവർ പറഞ്ഞു തരും, ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിന്നിന് ഓക്കെയാണ്, യൂസ് ചെയ്തോളൂ. ഈ പ്രോഡക്റ്റ് വേണ്ട, അതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങളിത് യൂസ് ചെയ്തോളൂ എന്ന് അവർ പറഞ്ഞു തരും. അങ്ങനെയാണ് ഇപ്പോൾ ഒരു കോലത്തിൽ നിൽക്കണത് ഞാൻ. അല്ലെങ്കിൽ എന്താണ് ആവോ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയാണ്ടാണ് മൈ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞു വന്നാൽ നിങ്ങൾ അല്ല എന്ന് പറയൂ. റിസ്ക് എടുക്കാൻ പറ്റാത്തൊരു മേഖലയാണ് മക്കളെ, അതുകൊണ്ട് അത് ചോദിക്കരുത്. ഓക്കെ, നെക്സ്റ്റ്. ഹലോ വെഞ്ചേച്ചി, മക്കൾക്ക് കൊടുത്തിരുന്ന കുറുക്ക് ഒന്ന് കാണിച്ചു തരുമോ? കോറ, അതേമാതിരി തന്നെ ഞാൻ പിന്നെ കിച്ചാപ്പൂന് കൊടുത്തത് ഗോതമ്പ്, മറ്റേ നുറുക്ക് ഗോതമ്പ്. ആദ്യം സൂചി ഗോതമ്പായിരുന്നു, പിന്നെ അത് കിട്ടാണ്ടായി കെനിയയിൽ, അപ്പം ഞാൻ നുറുക്ക് ഗോതമ്പായിരുന്നു. പിന്നുള്ളത് റാഗി, അത് പൊടിയൊന്നും അല്ലായിരുന്നു, അമ്മ വന്ന് അരച്ച് പാലെടുത്ത് അതിനെ ഉണക്കി പൊടിച്ചായിരുന്നു. പിന്നെ ആയപ്പോൾ ഞാൻ തന്നെ അരച്ച് ഞാൻ തന്നെ പാലെടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് ചെയ്തത്. ഓക്കെ, ഞാൻ കാണിക്കാട്ടോ. ഞാൻ രണ്ടെണ്ണം ഒന്ന് ഞാൻ അറേഞ്ച് ചെയ്യട്ടെ. എന്താ കാരണം എന്ന് വെച്ചാൽ റാഗി ഒന്നും എൻ്റെ അടുത്തില്ല, മുഴുവനുള്ള റാഗി മുത്താരി എന്ന് പറയണത് അത് എൻ്റെ അടുത്തില്ല. പിന്നെ സൂചി ഗോതമ്പല്ല നുറുക്ക് ഗോതമ്പും ഞാനൊന്ന് വാങ്ങിക്കട്ടെ. വാങ്ങിയിട്ട് ഈ രണ്ട് കുറുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പക്ഷേ
ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക. ഞാൻ എങ്ങനെയാണോ എൻ്റെ കുട്ടികൾക്ക് കൊടുത്തത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് വലിയ വിഷയമൊന്നുമല്ല, അത് ഇപ്പോഴും ഓർമ്മയിലുണ്ട്, അതുകൊണ്ട് അതൊരു വലിയ വിഷയമല്ല കേട്ടോ. കാണിച്ചു തരാം. ഓക്കെ, അടുത്തത് വന്നത് ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്, എനിക്കിഷ്ടമായി. മനുവിന് ഇന്നതാണ് പഠിക്കേണ്ടത് എന്നുള്ളത് കണ്ണേട്ടനും വിൻചേച്ചിയും എടുത്ത തീരുമാനമാണോ അതോ മനു എടുത്ത തീരുമാനമാണോ? വിൻചേച്ചിയും കണ്ണേട്ടനും എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്വപ്നം ഇതാണ്, മനു നീ അത് ചെയ്യണം എന്ന് ഫോഴ്സ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അങ്ങനെ വലതും പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ടോ? ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നീ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ അവരിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഓക്കെ, ഒരിക്കലും ചെയ്തിട്ടില്ല. അതായത് അവന് വേണ്ട കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ഞാനും കണ്ണേട്ടനും ഒരിക്കലും ഇൻവോൾവ് ആയിട്ടില്ല. അതായത് അവൻ തന്നെയാണ് വന്ന് പറഞ്ഞത് അവന് മെഡിക്കൽ ഫീൽഡിൽ പോകണമെന്ന്, അവൻ തന്നെയാണ് വന്ന് പറഞ്ഞത് അവന് കാർഡിയോളജിസ്റ്റ് ആവണമെന്ന്. അല്ലാതെ എന്തിനേറെ പഠിപ്പിന്റെ കാര്യത്തിൽ വിടൂ, ഞാൻ അവന്റെ കാര്യത്തിൽ ഫുഡിൽ പോലും ഞാൻ അവനെ നിർബന്ധിക്കില്ല. ഞാൻ അത് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ കഴിക്കാൻ പ്രിഫർ ചെയ്യുന്നു, നീയും അങ്ങനെ കഴിക്കണം ഞാൻ ഒരിക്കലും പറയില്ല. പറയും എന്തിനാണെന്നറിയോ? മോനെ ഇത് കഴിച്ചാൽ നല്ലതാണ്, മോൻ വേണമെങ്കിൽ ട്രൈ ചെയ്തു നോക്കൂ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അതല്ലാതെ ഇന്നത് നീ കഴിച്ചോളണം, ഇന്നത് നീ ചെയ്താലേ എനിക്കത് സമാധാനമുള്ള അങ്ങനെയൊന്നുമില്ല. എന്നാലോ അതും പറഞ്ഞിട്ട് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ചോയ്സസ് ഫുഡിൽ കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. അതേമാതിരി തന്നെ കുറേ കാര്യങ്ങളിൽ കൊണ്ടുപോയി ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, അവർ ഓപ്പണായിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞതാ, ദയവ് ഇത് എന്നെ മ്യൂസിക് നിന്ന് മാറ്റണം. അവന് മ്യൂസിക് ഭയങ്കര താല്പര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി അവന്റെ സ്കൂളിലൊക്കെ കണ്ടപ്പോൾ. അപ്പൊ സ്കൂളിലത്തെ ടീച്ചർ തന്നെയാണ് എടുക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അവൻ ഞങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് വന്ന് പറഞ്ഞു, എനിക്ക് തീരെ താല്പര്യമില്ല അമ്മ, എനിക്കൊന്നും പാടാൻ പറ്റില്ല, എനിക്കൊരു മ്യൂസിക് എക്യൂപ്മെന്റിൽ താല്പര്യമില്ല, അമ്മ അനാവശ്യമായിട്ടുള്ള രീതിയിൽ എന്നെ പറഞ്ഞേക്കണ്ട കേട്ടോ. അപ്പൊ തന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. അതേമാതിരി തന്നെ അവനൊരു 8th സ്റ്റാൻഡേർഡ് ആവണവരിക്കും അവന് സ്വിമ്മിങ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അവന് നേസൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ആ നേസൽ ബ്ലീഡിങ് എങ്ങനെ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് അറിയാത്തോടത്തോളം എനിക്ക് അവനെ വിടാൻ പറ്റില്ലായിരുന്നു. അത് ഓപ്പൺ ആയിട്ട് അവനോട് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഡോക്ടർ നിനക്ക് പെർമിഷൻ തന്നിട്ടില്ല, നിനക്ക് എപ്പോഴാണോ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ നിനക്ക് പറ്റുന്നു തോന്നുന്നത് ആ സമയത്ത് നിനക്ക് പോവാം. അവന് സ്വിമ്മിങ് ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്കുള്ള ഇഷ്ടങ്ങളൊന്നും കണ്ടില്ല. അവൻ തന്നെയാണ് വന്ന് പറഞ്ഞത്, ഓക്കെ ആണമ്മ, ഞാൻ വല്ലപ്പോഴും സ്വിമ്മിങ് ഉണ്ടെങ്കിൽ ഞാൻ പൊക്കോളാം. പക്ഷെ അതും പറഞ്ഞിട്ട് അമ്മ വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് വലിയ വിഷമമൊന്നുമില്ല ഇതിൽ പോയിട്ടില്ലെങ്കിൽ. സോ ഏതൊരു കാര്യം, അവന്റെ പഠിപ്പായാലും അവന്റെ ബാക്കിയുള്ള കാര്യം, അത് കിച്ചാപ്പൂനും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചെറിയ കുട്ടിയാണല്ലോ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറൊന്നുമില്ല ഞാൻ. യെസ്, അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പറഞ്ഞാ കേൾക്കാത്ത ആ ഒരു നിമിഷം വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ അസുഖത്തിന് ഇന്നതേ കഴിച്ചാൽ നന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ നല്ലോണം ജലദോഷം വന്നു, ആ സമയത്ത് ഞാൻ കുരുമുളക് രസമൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർ മുഖം വീർപ്പിക്കാറുണ്ട്. പക്ഷെ അതിൽ ഞാൻ പറയാറുണ്ട്, മോനെ ഇത് കഴിച്ചാൽ കഫം പുറത്തേക്ക് വരും, ഇത് നിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറയാറുണ്ട്. അതേമാതിരി തന്നെ ഒരു പനി വന്നാൽ അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് കഞ്ഞി. അപ്പൊ ഞാൻ എന്നാലും കഞ്ഞിയിൽ ഞാൻ മാക്സിമം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നല്ലാതെ ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെ പ്രഷറൈസ് ചെയ്തിട്ട് ചെയ്യുക ഒരിക്കലും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു അത് സമയമായി തോന്നുന്നു അല്ലേ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം വിനി, എന്താ സംഭവം എന്നുള്ളതൊന്നും അറിയുന്നില്ല, അതോ ഞാൻ വളരെ ടെക്നിക്കലി പുറകോട്ടാണോ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. കാണുന്നതെല്ലാം ഒരുപാട് സ്നേഹത്തോടു കൂടി കാണുന്നു, സന്തോഷത്തോടു കൂടിയിട്ട് വിഷ് ചെയ്യുന്നു. എൻ്റെ കുഞ്ഞനിയത്തിക്ക് ഇനിയും ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. എന്താണ് കുട്ടിയെ സംഭവിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരാമോ? ഓക്കെ, അത് ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്തത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിനീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയ
ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിലുള്ള ലൈസൻസ് എടുത്തത്. അതുകൊണ്ട് ആ ഈവന്റ് മാനേജ്മെന്റിൽ എന്തൊക്കെ വരുന്നോ ആ ഈവന്റ്സ് ഒക്കെയാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കമ്പനിയിൽ ഒന്ന് ജോലിക്ക് കമ്പനി ആയിട്ടുള്ള രീതിയിലൊന്നും ഫോം ചെയ്തിട്ടില്ല, നമുക്ക് അത്ര വലിയ സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല, ഞാൻ ചെറുതായിട്ടുള്ള രീതിയിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ഈശ്വരൻ അനുഗ്രഹിച്ചാൽ നമ്മൾ അതുപോലെയുള്ളതൊക്കെ സ്റ്റാർട്ട് ചെയ്യും. സോ ഈവന്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ഈവെന്റിന്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ കാണാത്തവർക്ക് അത് മനസ്സിലാവാതെ പോകുന്നത്. സോ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച ആൾക്കാർക്കുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. കമ്പനി ആയിട്ടുള്ള രീതിയിൽ തുടങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ CV അയച്ചു തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയണത് അങ്ങനെ ഒരു കമ്പനി ആയിട്ടുള്ളതില്ല. കമ്പനി ആയിട്ട് ആവുന്ന സമയത്ത് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അടുത്ത് അറിയിക്കാതെ എന്തായാലും പോവില്ലല്ലോ. ഓക്കെ, അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ. എല്ലാവരുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി പോവാനുണ്ട്, ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ദിവസം ഫുൾ പാക്ഡ് ആണ് ഞാൻ. So thank you so much once again for all the support and all the love. ഇത്രയും സ്നേഹത്തോടു കൂടിയിട്ട് എല്ലാം കണ്ട് വാച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, till then take care and bye bye.